ശ്രീമഹാദേവീ നമ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 22. കൃഷ്ണകഥാവർണ്ണനം തുടരുകയാണ്. ശ്രിയപതിർഗോമലമൂത്രഗന്ധിന്യസ്തപ്രഭോ ഗോപകുലേ വിഷണ്ണ കൃഷ്ണാവിധോ വത്സ്യബകാദിഭീതോ രുദൻ സദാ ദേവി നിനായ ബാല്യം. ഭൃഗുമഹർഷിയുടെ ശാപം കൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് ഗർഭവാസ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. മറ്റ് സർവവിധ സംസാര ക്ലേശങ്ങളും ഭഗവാനും അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവകീ വസുദേവന്മാരുടെ പുത്രരൂപേണ അവതരിച്ചു. വസുദേവൻ ആ ഭഗവാനെ ഗോകുലത്തിലെത്തിച്ചു എന്ന് പറഞ്ഞു. ആ ഗോകുലത്തിൽ വെച്ചിട്ടാണ് കംസസേവകന്മാരായിട്ട് കംസൻ അയച്ച പൂതന, വത്സാസുരൻ, ബകാസുരൻ, ഇവരിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതായ പലതരത്തിലുള്ള ക്ലേശങ്ങൾ. ബാല്യകാല ജീവിതം ഇങ്ങനെ പലതരത്തിലും പല ക്ലേശങ്ങളും ഏവർക്കും ബാധകമാണ്. എവിടെ നിന്ന് ഏതു വേഷത്തിലാണ് എപ്പോഴാണ് നമ്മളെ അത് ബാധിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുതന്നെ ഇവിടെ ആ ഭഗവത് ലീലയിലും കാണിച്ചു തരുന്നു. അങ്ങനെയായിരുന്നു ആ ശ്രീകൃഷ്ണന്റെയും ബാല്യം എന്ന് വർണ്ണിക്കുകയാണ്. ഹയ്യങ്കവീനം മഥിതം പയശ്ച ഗോപീർവിലജ്ജ സതതം യയാജേ സചാംബയ ഘോരസചൗര്യചുഞ്ചുരുലൂഖലേ പാശവരേണ ബദ്ധ. ശ്രീകൃഷ്ണൻ ചെറിയ കുട്ടിയായിരിക്കെ കുസൃതിയായിരുന്നു. ഗോപസ്ത്രീകളുടെ എല്ലാം മുന്നിൽ പാലിനും വെണ്ണയ്ക്കും വേണ്ടിയിട്ട് യാചിക്കേണ്ടി വന്നു. ചിലർ കൊടുത്തു, ചിലർ കൊടുത്തില്ല. അങ്ങനെയാണ് വെണ്ണയും പാലും മോഷ്ടിക്കാൻ ആരംഭിച്ചത്. ഒരിക്കൽ അമ്മ യശോദ കൃഷ്ണന്റെ വികൃതി കണ്ടിട്ടാണ് ആ കൃഷ്ണനെ ഒരു കയറുകൊണ്ട്, ഒരു ചരടുകൊണ്ട് ഉരലിന്മേൽ ബന്ധിച്ചു. ആ ശ്രീകൃഷ്ണന് നിസ്സഹായനായി യശോദയുടെ ബന്ധനത്തിൽ കിടക്കേണ്ടി വന്നു. വൈകുണ്ഠവാസിയായിട്ടുള്ള ലക്ഷ്മീപതി ഇവിടെ ഉലൂഖലേ പാശവരേണ ബദ്ധ. ആ ഉലൂഖലത്തിൽ ഉരുളിന്മേൽ ഒരു കയറുകൊണ്ട്, ഒരു ചരട് കൊണ്ട് പിടിച്ചു ബന്ധിച്ച നിലയിലായിത്തീർന്നു എന്ന് പറയുകയാണ്. വനേഷു ഭീമാതപ ശുഷ്കഗാത്രോഗാശാരയൻ കണ്ടകവിദ്ധപാദ വന്യാംബുപായി ഫലമൂലഭക്ഷി ദിനേ ദിനേ ഗ്ലാനിമവാപ കൃഷ്ണ. തുടർന്ന് ഗോകുലത്തിൽ ഗോപരിപാലനം, പശുക്കളെ മേയ്ക്കുക എന്ന ആ പ്രവൃത്തിയെ ഏറ്റെടുക്കുന്നു. മറ്റ് ഗോപ കുട്ടികളോടൊപ്പം വനത്തിലെ വിഭവങ്ങളെ മാത്രം കഴിച്ചും വിശപ്പും ദാഹവും അകറ്റി അങ്ങനെയുള്ള ഒരു ഗോപകുമാരനായിട്ടുള്ള ജീവിതമാണ് പിന്നീട് കുറച്ചുനാൾ ആ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നത്. ദൈവേന മുക്ത സജ ഗോപദാസ്യാത് അക്രൂരനീതോ മധുരാം പ്രവിഷ്ട കംസം നിഹത്യാപി ഹതാഭിലാഷ തത്രോഗ്രസേനസ്യ ബഭൂവദാസ. യാദവ പ്രമുഖനായിട്ടുള്ള അക്രൂരൻ വസുദേവന്റെ സഹോദര തുല്യനാണ്. കംസൻ പറഞ്ഞയച്ചിട്ടാണ് അക്രൂരൻ വൃന്ദാവനത്തിലെത്തിയത് മധുരയിൽ നിന്ന്. ശ്രീകൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.
തൽക്കാലം ആ ഗോപകുമാരന്മാരോട് കൂടിയിട്ടുള്ള ജീവിതത്തിൽ നിന്ന്, ആ ഗോപാലദാസ്യത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ മോചിപ്പിക്കപ്പെട്ടു എന്ന് പറയാം. മഥുരയിലാവട്ടെ കംസൻ ആ കൃഷ്ണനെ നിഗ്രഹിക്കാനായി പല ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചു. ഒടുവിൽ കംസനെ തന്നെ നിഗ്രഹിച്ചു. കംസന്റെ പിതാവായിട്ടുള്ള ഉഗ്രസേനൻ തന്നെ വീണ്ടും ആ മഥുരയുടെ ഭരണം ഏറ്റെടുത്തു. അങ്ങനെ മഥുരയിലെ രാജാവായി തീർന്ന ഉഗ്രസേനന്റെ ദാസനായിട്ട് ശ്രീകൃഷ്ണന് മഥുരയിൽ വസിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വിധിവൈഭവത്തെ കാണിക്കുകയാണ്. ഗോപാലദാസ്യത്തിൽ നിന്ന് മുക്തനായി എങ്കിലും ഇവിടെ ഉഗ്രസേനന്റെ ദാസനായിട്ട് വീണ്ടും വസിക്കേണ്ടി വരികയാണ് മഥുരയിൽ. അപ്പോഴും ആ ദാസ്യ ജീവിതത്തിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. ദൃഷ്ട്വാ ജരാസന്ധചമും ഭയേന സബന്ധുമിത്രോ മധുരാം വിഹായ ധാവൻ കഥഞ്ചിത് ബഹുദുർഗമാർത്ത സദ്വാരകാദ്വീപപുരം വിവേശ. മഗധയിലെ രാജാവായിട്ടുള്ള ജരാസന്ധ പുത്രിമാർ അസ്ഥി പ്രാപ്തി എന്ന 2 പുത്രിമാരെയാണ് കംസൻ വിവാഹം ചെയ്തിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ കംസനെ നിഗ്രഹിച്ചതോടുകൂടി കംസപത്നിമാർ വൈധവ്യം ബാധിച്ചു. അപ്പോൾ ഇവിടെ ജരാസന്ധന് തൻ്റെ പുത്രിമാരുടെ വൈധവ്യത്തിന് കാരണം ശ്രീകൃഷ്ണനാണ് എന്ന ഒരു വിചാരമുണ്ടാവുകയും കൃഷ്ണനോട് ജരാസന്ധന് ശത്രുതയായിത്തീർന്നു. ജരാസന്ധൻ മഥുരാപുരിയെ ആക്രമിക്കാൻ തുടങ്ങി. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും ജരാസന്ധന് സൈന്യങ്ങളെ കൂട്ടി യുദ്ധത്തിനായിട്ട് വന്നു. അങ്ങനെ 17 വട്ടം ജരാസന്ധൻ യുദ്ധോദ്യുക്തനായിട്ട് വരികയും 18ാമതും യുദ്ധസന്നദ്ധനായി ജരാസന്ധൻ വരുന്ന സമയത്താണ് കാലയവനൻ സൈന്യസമേതം മഥുരയെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ആ മഥുരാവാസികൾക്ക് അത് വലിയ ആപത്താണ് ഉണ്ടാക്കി തീർക്കുക എന്ന് ബോധ്യപ്പെട്ട ശ്രീകൃഷ്ണൻ ആ മഥുരാവാസികളെ മുഴുവനും സമുദ്രമധ്യത്തിലുള്ള ദ്വാരകയിലേക്ക് മാറ്റുകയാണ്. ദ്വാരക ബലരാമന് ആ രാമൻ രേവതിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് രേവതിയുടെ പിതാവ് നൽകിയ പട്ടണമാണ് ദ്വാരക. സരുക്മിണിം ജാംബവതിം ജഭാമാം കന്യാസ്തഥാ ദ്യഷ്ടസഹസ്രമന്യ സമുദ്വഹൻ സസ്മിത നിർമ്മലാപ ക്രീഡാമൃഗോ ഭൂൽ സതതം വധൂനാം. ശ്രീകൃഷ്ണന്റെ ഗാർഹസ്ഥ്യ ജീവിതത്തെ പറയുകയാണ്. രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിങ്ങനെ 8 വിവാഹങ്ങളെ ചെയ്തു. ഇവരാണ് ശ്രീകൃഷ്ണന്റെ മുഖ്യ പത്നിമാർ. ഇവരെ കൂടാതെ 16,000 രാജകന്യകമാരെ പരിണയിച്ചു. ഇനി ഇവരോട് കൂടിയിട്ട് ധർമ്മസല്ലാപങ്ങളോടൊപ്പം കൂടി ജീവിച്ചുവെങ്കിലും ആ സന്തോഷവും അധിക നാൾ നീണ്ടു നിന്നില്ല. സദസ്യുവൃത്തി തൃതിവാജഹാര ഭാമാനിയുക്ര സുരപാരിജാതം സത്യാചതം ഗോവൃഷവത്സരോഷം ബദ്ധ്വാദരൗ ദുർവജസാഭ്യഷിഞ്ചൽ. ശ്രീകൃഷ്ണൻ പലപ്പോഴും കൃഷ്ണപത്നിമാരുടെ ക്രീഡാമൃഗമായതുപോലെ പ്രവർത്തിക്കുന്നു. സത്യഭാമ ആജ്ഞാപിച്ചതനുസരിച്ചിട്ടാണ് സ്വർഗത്തിൽ നിന്ന് പാരിജാത വൃക്ഷത്തെ കൊണ്ടുവരാൻ പുറപ്പെട്ടു. ഇന്ദ്രാദിദേവന്മാർ അതിനെ തടയാൻ വന്നു. അവരോട് യുദ്ധം ചെയ്ത് ആ പാരിജാതം ദ്വാരകയിൽ കൊണ്ടുവന്ന് സത്യഭാമയുടെ കൊട്ടാരത്തിന് മുന്നിൽ അത് നടുകയാണ്.
സത്യഭാമയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യേണ്ടി വന്നത്. മറ്റൊരിക്കൽ കൃഷ്ണപത്നിയായിട്ടുള്ള സത്യ എന്തോ കാരണത്താൽ ശ്രീകൃഷ്ണനോട് കോപിക്കുകയും ആ സത്യ ശ്രീകൃഷ്ണനെ കാളയെ ബന്ധിക്കുന്നത് പോലെ ആ കൃഷ്ണനെ മരത്തിൽ ബന്ധിച്ചു, ദുർവാക്കുകളെ കൊണ്ട് ശകാരിച്ചു. ശ്രീനാരദായാതിഥയേ തയാസ ദത്തോധമുക്തോ മുനിനാ ജനീത തതസ്തയാസ്മൈ കനകം പ്രദായ പുനഃഗൃഹീത ത്രപയാപമൗനം. സത്യ ശ്രീകൃഷ്ണനെ ഒരു മരത്തിൽ പിടിച്ചു കെട്ടിയ സമയത്ത് ശ്രീനാരദ മഹർഷി അവിടെ അതിഥിയായി എത്തിച്ചേർന്നു. ശ്രീകൃഷ്ണനെ സത്യ നാരദന് കൊടുത്തു എന്നും ആ നാരദ മഹർഷി ശ്രീകൃഷ്ണനെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി. കോപമെല്ലാം മാറി മനസ്സ് തെളിഞ്ഞതോടെ സത്യ ശ്രീനാരദന്റെ പിന്നാലെ ചെന്ന് തന്റെ ഭർത്താവിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ശ്രീനാരദ മഹർഷി വഴങ്ങിയില്ല. ഒടുവിൽ ശ്രീകൃഷ്ണന്റെ വില എന്ന നിലയിൽ സത്യ ആ നാരദ മഹർഷിക്ക് സ്വർണം നൽകി. അങ്ങനെ വീണ്ടും ശ്രീകൃഷ്ണനെ തൻ്റേതാക്കി. നാൽക്കാലികളെ മഠത്തിൽ പിടിച്ചു കെട്ടുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും അവയുടെ ഇഷ്ടം നോക്കിയിട്ടല്ല. അപ്പൊ അതേപോലൊരു അവസ്ഥ ശ്രീകൃഷ്ണനും വന്നു ചേർന്നു എന്ന് പറയുകയാണ്. സൂതീഗൃഹാത് ഭീഷ്മഗജാസുദേസ പ്രദ്യുമ്നനാമീശ്വരി ശംബരേണ ഹൃദേ ശിശോ നിർമഥിതാഭിമാന ഉച്ചൈരുതസ്ത്വാം ശരണം പ്രപന്ന. ശ്രീകൃഷ്ണ പത്നിമാരിൽ ആദ്യ പത്നിയാണ് വിദർഭ രാജാവായിട്ടുള്ള ഭീഷ്മകന്റെ പുത്രി രുക്മിണീ ദേവി. ആ രുക്മിണിയിലുണ്ടായ പുത്രൻ പ്രദ്യുമ്നൻ. ഈ പ്രദ്യുമ്നൻ ചെറിയ കുട്ടിയായിരിക്കെ ശംബരാസുരൻ ദ്വാരകയിൽ നിന്ന് ആ ശിശുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. ആ കുട്ടി എവിടെയാണ് എന്ന് അറിയില്ല. പുത്രനാശ ദുഃഖം, പുത്രൻ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. വല്ലാതെ സങ്കടമായി. അതോടൊപ്പം അഭിമാന നാശം. ഇന്ദ്രനെ പോലും ജയിച്ച ശ്രീകൃഷ്ണന് ആ പുത്രനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ദേവിയെ ഭക്തിപൂർവം ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞത്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് എങ്കിലും ആ പുത്രനെ മടക്കി കിട്ടി. അമ്മ പോലും അറിയാതെ ഒരു ശിശുവിനെ പ്രസവമുറിയിൽ നിന്നും അപഹരിക്കുക, ആ ഒരു അപൂർവ ദുഃഖവും ഇവിടെ ശ്രീകൃഷ്ണൻ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. പുത്രാർത്ഥിനിം ജാംബവതീമപുത്രാം സതോഷയിഷ്യന്നുപമന്യുശിഷ്യ മുണ്ടീച ദണ്ഡീച ശിവസ്യ ശൈലേ മന്ത്രം ജപൻ ഘോരതപശ്ചകാര. മറ്റൊരു കൃഷ്ണപത്നിയാണ് ജാംബവാന്റെ പുത്രിയായിട്ടുള്ള ജാംബവതി. വളരെ കാലമായിട്ടും ജാംബവതിക്ക് പുത്രഭാഗ്യമുണ്ടായിട്ടില്ല. ജാംബവതിക്കും ഒരമ്മയാവണമെന്ന ആഗ്രഹം. അങ്ങനെയാണ് സത്പുത്രലാഭത്തിനായി ശിവഭജനം ചെയ്യണമെന്ന് ജാംബവതി നിർദ്ദേശിക്കുകയും ശ്രീകൃഷ്ണൻ ഉപമന്യു എന്ന ശിവയോഗിയിൽ നിന്നും ശൈവദീക്ഷയെ സ്വീകരിച്ചു. തലമുണ്ടനം ചെയ്ത് ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിച്ച് യോഗദണ്ഡ് ധരിച്ചുകൊണ്ട് പഞ്ചാക്ഷര ജപം ആരംഭിച്ചു. ഓരോ ദിവസം കഴിയും തോറും തപസ്സിൻ്റെ ആ കാഠിന്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു.
6 മാസത്തെ ആ ഒരു ശിവഭജനം കൊണ്ട് ശ്രീ പരമേശ്വരൻ ദർശനം നൽകി ശ്രീകൃഷ്ണ ഭഗവാന്. വരേണ ഭർഗസ്യ ദശാത്മജാൻ സ പ്രാസൂത സർവാ ദൈതാശ്ച ശൗരേ തഥൈവ ലബ്ധ്വാ സുതായുധാനി സുഖം ന ലേഭേ നിജകർമ്മദോഷാൽ. ശിവദർശനം ലഭിച്ചതോടുകൂടി ശ്രീകൃഷ്ണൻ തൻ്റെ ക്ലേശങ്ങളെ, തൻ്റെ പ്രാരബ്ധങ്ങളെയെല്ലാം തുറന്നു പറഞ്ഞു. ഭഗവാൻ അനുഗ്രഹിച്ചു. ശ്രീകൃഷ്ണന്റെ ഭാവിയെ പ്രവചിച്ചുകൊണ്ട് ആണ് അവിടുന്ന് ആ മഹാദേവൻ അന്തർധാനം ചെയ്തത്. പാർവതീ പരമേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ ജാമ്പവതിയിലും പുത്രന്മാരൊക്കെ ഉണ്ടായി. അതിലാണ് ആദ്യപുത്രൻ സാമ്പൻ. എല്ലാ പത്നിമാരിലും പുത്രഭാഗ്യമുണ്ടായി എങ്കിലും അങ്ങനെ വലിയൊരു കുടുംബത്തിൻ്റെ നാഥനായിട്ട് ശ്രീകൃഷ്ണൻ തീർന്നുവെങ്കിലും അപ്പോഴും പലതരത്തിലുള്ള ക്ലേശങ്ങൾ അവിടെ ശ്രീകൃഷ്ണനെ ബാധിച്ചതായിട്ട് പറഞ്ഞു. ലക്ഷ്മീപതിയായിട്ടുള്ള വിഷ്ണു തന്നെയാണ് ദേവകീപുത്രനായി ശ്രീകൃഷ്ണനായി അവതരിച്ചത്. പക്ഷെ അവിടെ ആ ഭൃഗുശാപം പിന്തുടരുന്നു എന്നതാണ് ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നതായ ഒരു സംഗതി. ശാപാദൃശീണാം ധൃതരാഷ്ട്രപത്ന്യാശ്ചാന്യോന്യവൈരേണ കൃതാഹവേഷു സർവേ ഹതാ ഹംദകുലം യദൂനാം മഹത്പ്രദഗ്ധം വനമഗ്നിനേവ. അനേകം പുത്രന്മാർ ശ്രീകൃഷ്ണനുണ്ടായിരുന്നു എങ്കിലും അവർ ഋഷിശാപം കൊണ്ട് ആണ് ഒടുവിൽ നശിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ യാദവന്മാർക്ക് ശാപം വന്നു ചേരുന്ന കഥ വർണ്ണിക്കുന്നതായി കാണാം. ഇത് കുമാരന്മാരിൽ പ്രധാനിയായിട്ടുള്ള ജാമ്പവതി പുത്രനായ സാമ്പനെ ഒരു പൂർണ്ണഗർഭിണിയുടെ വേഷം കെട്ടിച്ച് അതിവിനയത്തെ അഭിനയിച്ചുകൊണ്ടാണ് ആ യദുകുമാരന്മാർ മഹർഷിമാരോട് ചോദിക്കുന്നത്. ഇവൾ പൂർണ്ണഗർഭിണിയാണ്, ഇവൾ പ്രസവിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന അവരുടെ ആ ചോദ്യം കേട്ട് മഹർഷിമാർക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് ബോധ്യമായി ഇത് സ്ത്രീയല്ല, പുരുഷനാണ്. ഇവർ തങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അത് ഭഗവത് ഇച്ഛയാണ്. ഇവർക്ക് ശാപം വന്നു ചേരേണ്ട കാലമായി. ഇത് മനസ്സിലാക്കിയ മഹർഷിമാർ പ്രതികരിച്ചു. ജനിക്കാൻ പോകുന്നത് ഒരു ഇരുമ്പ് ഉലക്കയാണ്, അതുകൊണ്ട് നിങ്ങളുടെ വംശം നശിക്കും. മറ്റൊരു ശാപം ധൃതരാഷ്ട്രപത്നിയായിട്ടുള്ള ഗാന്ധാരി ദേവിയുടേതാണ്. മഹാഭാരതം സ്ത്രീപർവത്തിലെ ആ ശാപവൃത്താന്തം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മൃതശരീരങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിലെത്തിയതായ ഗാന്ധാരി ദേവി സങ്കടകരമായിട്ടുള്ള ആ ഒരു ദൃശ്യം കണ്ട് കോപത്തോടുകൂടി, അതിലധികം ദുഃഖത്തോടു കൂടിയിട്ടാണ് ഗാന്ധാരി ദേവി ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഈ യുദ്ധം കൃഷ്ണനെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷെ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല. 3 പന്തീരാണ്ട് തികയുന്നതോടുകൂടി കൃഷ്ണന്റെയും പുത്രപൗത്രാദികൾ, ബന്ധുക്കൾ ഇതേപോലെ പരസ്പരം കലഹിച്ച് നശിക്കാനിടവരട്ടെ. അതുപോലെ കൃഷ്ണപത്നിമാരും ഇപ്പോൾ ഈ ഭരത സ്ത്രീകൾ എങ്ങനെയാണോ അതേപോലെ തന്നെ പതിച്ചു പോവാനിടവരട്ടെ. ഗാന്ധാരി ദേവിയുടെയും മഹർഷിമാരുടെയും ശാപം കാലം വന്നപ്പോൾ ഫലിച്ചു. യാദവന്മാർ അന്യോന്യം കലഹിച്ച് നശിച്ചു. വ്യാധേഷു വിദ്ധോ മൃതിമാപകൃഷ്ണ
കുശസ്ഥലീ ചാബ്ധിജലാ പ്ലുതാ ഭൂൽ ഹാജഹ്രിരേ ദസ്യുഭിരേന സാഷ്ടാ വക്രസ്യ ശാപേന യദുസ്ത്രിയശ്ച. ശ്രീകൃഷ്ണപാദത്തെ കാണുന്ന ഒരു വേടൻ അത് മൃഗത്തിന്റെ മുഖമാണ് എന്ന് കരുതി ഒരു അസ്ത്രമയച്ചു. അത് കൃഷ്ണന്റെ കാലിൽ തറച്ചു. അങ്ങനെയാണ് ഒടുവിൽ ഭഗവാനും ആ ശരീരത്തെ ത്യജിക്കുന്നത്. കൃഷ്ണപത്നിമാരെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു. ആ ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നു. ഈ കൃഷ്ണപത്നിമാരായിട്ട് വന്നവർ അപ്സരസ്സുകളായിരുന്നു എന്നും അവർ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ഒരിക്കൽ ഒരു നദിയിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് തപസ് ചെയ്യുന്ന അഷ്ടാവക്ര മഹർഷിയെ ഈ ദേവസ്ത്രീകൾ കാണുകയും അവർ ആ മഹർഷിയെ വന്ദിച്ച് അവരുടെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ മഹർഷി അനുഗ്രഹിച്ചു, നിങ്ങൾക്ക് ആ മഹാവിഷ്ണു ഭർത്താവായി വരും. ഈ മഹർഷി വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴേക്കുള്ള വൈരൂപ്യം ബാധിച്ച ശരീരത്തെ കണ്ട് അവർ പരിഹസിച്ച് ചിരിക്കുകയാണ് ദേവസ്ത്രീകൾ. തൻ്റെ വൈരൂപ്യം കണ്ട് അപ്സരസ്സുകൾ തന്നെ പരിഹസിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അഷ്ടാവക്ര മഹർഷി അവരെ ശപിച്ചു. നിങ്ങൾ വിഷ്ണുപത്നിമാരായി തീരുമെങ്കിലും ഒടുവിൽ കൊള്ളക്കാരാൽ അപഹരിക്കപ്പെടും. ഈ ഒരു കഥ അഗ്നിപുരാണത്തിലും ഹരിവംശത്തിലുമെല്ലാം വർണ്ണിച്ച് കാണാം. ഏവം ഹരി കർമ്മഫലാന്യഭുങ്കുത ന കോപി മുച്യേത ച കർമ്മബന്ധാൽ ദുഃഖം ത്വഭക്തസ്യ സുദുസ്സഹം സ്യാത് ഭക്തസ്യ തേതൽ സുസഹം ഭവേച്ഛ. ഭൃഗുശാപമാണ് മഹാവിഷ്ണുവിന് ഈ ക്ലേശങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത്. കൃഷ്ണനായി അവതരിച്ച് അവതാര ലീലകളെ ആടുമ്പോൾ ദാസ്യം അനുഭവിക്കേണ്ടി വന്നു, സ്ത്രീജിതത്വം അനുഭവിക്കേണ്ടി വന്നു, പുത്രനാശം, അനേകം ദുഃഖങ്ങളെ അനുഭവിച്ചു. ആ ഭൃഗുപത്നിയെ വധിച്ചതിൻ്റെ ഫലമായിട്ട് സ്ത്രീഹത്യയുടെ പാപം അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ആരും തന്നെ കർമ്മഫലാനുഭവത്തിൽ നിന്ന് രക്ഷ നേടുന്നില്ല. ത്രിമൂർത്തികൾക്ക് പോലും കർമ്മഫലാനുഭവം അപരിഹാര്യമാണ് എന്നിവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഭഗവാനാവട്ടെ ഒരു ദേവീഭക്തനാണ്. അതുകൊണ്ട് ദുഃഖങ്ങളെ ഭഗവാന് അനായാസം തരണം ചെയ്യാൻ കഴിഞ്ഞു. അഭക്തന്മാരാണ് എങ്കിൽ ദുഃഖം ആവർത്തിച്ചു വരുമ്പോൾ തളർന്നുപോയി എന്ന് വരാം. അപ്പൊ ദുഃഖത്തെ ഭക്തി കൊണ്ട് നേരിടാൻ കഴിയും. അതുകൊണ്ട് ദേവീ ഭജനം ചെയ്യണം. ജാനാസ്യഹം തേ പതയോരഭക്തോ ഭക്തോനുകിം വേദിന ചൈവ ജാനേ ത്വം സർവശക്താ കുരു മാം സുശക്തം സർവത്ര ഭൂയോപി ശിവേ നമസ്തേ. 22-ാം ദശകം ഉപസംഹരിക്കുമ്പോൾ ഇവിടെ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുന്നു, ഭക്തന് ദുഃഖത്തെ നേരിടാൻ കഴിയും, എന്നാൽ അഭക്തന് അത് ദുസ്സഹമായിട്ട് തീരും. എന്നാൽ ഞാൻ ഭക്തനാണോ അഭക്തനാണോ എന്ന് അറിഞ്ഞുകൂടാ. അതും ദേവിക്ക് മാത്രമേ അറിയൂ. ഞാൻ അഭക്തനാണ് എങ്കിൽ ഭക്തി തന്ന് എന്നെ രക്ഷിച്ചാലും. അങ്ങനെ വീണ്ടും വീണ്ടും ആ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ഭക്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് 22-ാം ദശകത്തെ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവീ നമഃ.